അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അരിഫിൽ മുദവ്വന, ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ എഴുതൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയ മൗഖിഉൻ ഇലക്ട്രോണി അഷ്ബഹു മാ യകൂനു ബിൽ മജല്ല യുദവ്വിനു ഫീഹ ഫർദുൻ ഔ മജ്മുഅത്തുൽ അഫ്റാദ്. ഒരുപാട് വ്യക്തികളുടെ കൂട്ടമോ അല്ലെങ്കിൽ വ്യക്തിയോ ക്രോഡീകരിക്കുന്ന മാഗസീൻ പോലെ അതിനോട് സാദൃശ്യമായി നിൽക്കുന്ന ഒരു ഇലക്ട്രോണിക് വെബ്സൈറ്റാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വെബ്സൈറ്റാണ് യഥാർത്ഥത്തിൽ മുദവ്വന എന്ന് പറയുന്നത്. ഔ ഹറ്റ ഷരിക്കത്ത് എന്ന് വായിക്കണം. ഷരിക്കത്തുൽ അഫ്കാരി ഔൽ മുഅ്തഖദാതി ഔ സജ്ലൻ മിനൽ അൻഷിത. പ്രവർത്തനങ്ങളുടെ, ആക്ടിവിറ്റീസുകളുടെ റെക്കോർഡ്സ്, വിശ്വാസങ്ങൾ, ചിന്തകളുടെ സമാഹാരം എന്നിവയും അടങ്ങുന്ന ഇൻ്റർനെറ്റ് വെബ്സൈറ്റാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാഹിയൽ വഹ്ദത്തുൽ അദ്ന ലിൽ മുതവാസിലി. കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും താഴ്ന്ന യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ, അൽ വഹ്ദത്തുൽ അദ്ന ലിൽ മുതവാസിൽ ഹിയൽ മുഹാദസ. മുഹാദസയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും താഴ്ന്ന യൂണിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. മാഹിയൽ ഫൽസഫത്തുൽ അസാസിയ ലിത്വരീഖത്തുൽ മശ്റൂഅ. പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം, അൽ മദ്ഹബുൽ അമലി ഔ അൽ പ്രാഗ്മാറ്റിസം ഹിയ ഫൽസഫത്തുൽ അസാസിയ ലിത്വരീഖത്തുൽ മശ്റൂഅ. പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസമാണ്, അഥവാ പ്രായോഗികവാദം. പ്രയോഗത്തിലൂടെ നേടിയെടുക്കുന്ന ഒന്നാണ് പ്രൊജക്റ്റ് മെത്തേഡ് എന്നാണ്, അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, മാ ഹുവ അൻവാഉൽ ഇംലാ. ഡിക്റ്റേഷൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേട്ടെഴുത്തിൻ്റെ മിൻ അൻവാഉൽ ഇംലാഇ. ഡിക്റ്റേഷൻ്റെ ഇനങ്ങളിൽ പെട്ടതാണ് അൽ ഇംലാ ഉൽ മൻഖൂൽ. 2 അൽ ഇംലാ ഉൽ മൻദൂർ. 3 അൽ ഇംലാ ഗൈറു മൻദൂർ അവൽ ഇസ്തിമാഇ. 4 അൽ ഇംലാ ഉൽ ഇഖ്തിബാരി. ഒന്നാമത്തെ അൽ ഇംലാ ഉൽ മൻദൂറാണ്. മൂവബിൾ ഡിക്റ്റേഷൻ എന്നൊക്കെ പറയാം. ഫീഹി യൻഖിലുൽ ദാരിസൂനൽ ഖിത്അത മിൻ കിതാബി ഔ സബ്ബൂറതി ബഅദ ഖിറാഅതിഹ വഫഹ്മിഹ. അതായത് ബോർഡിലോ അല്ലെങ്കിൽ കിതാബിലോ ഉള്ള ഒരു എഴുത്തിൻ്റെ ഭാഗം അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നോട്ട്ബുക്കിലേക്ക് നീക്കുന്നതിനെയാണ് അൽ ഇംലാ ഉൽ മൻഖൂൽ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ബുക്കിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ബോർഡിൽ നോക്കിയിട്ട് നേരെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക. രണ്ടാമത്തത് അൽ ഇംലാ ഉൽ മൻദൂറാണ്. ഫിഹി തഅരിദുൽ ഖിത്അത അല ദാരിസീന ലിഖിറാഅതിഹ വഫഹ്മിഹ സുമ്മ തഹ്ജബു അൻഹും വതംല അലൈഹിം ബഅദ ദാലിക. ഇവിടെ ഒരു ഭാഗം വിദ്യാർത്ഥികളോട് മനസ്സിലാക്കി വായിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. പിന്നെ അത് മറച്ചു വെക്കുന്നു. പിന്നെ അത് അവരോട് അത് എഴുതാൻ പറയുന്നു. ഒരു മെമ്മറി ടെസ്റ്റ് മോഡൽ.
സ്കൂളുകളിലും മദ്രസകളിലൊക്കെ മെമ്മറി ടെസ്റ്റ് നടത്താറില്ലേ? നമുക്ക് ഒരു സാധനം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയുന്നു, പിന്നെ അത് അവരോട് എഴുതാൻ പറയുന്നു. ആ ഒരു സിസ്റ്റം ആണ് ഇത്. 3 അൽ ഇംലാഉ ഗൈറുൽ മൻദൂർ അവൽ ഇസ്തിമാഇ وهو يستمع التلاميذ إلى قطعة وبعد مناقشتهم في معناها وهجاء كلماتها الصعبة تملى عليه. ഒരു ഭാഗം വിദ്യാർത്ഥികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. അതുമാത്രമല്ല, അവരുമായി അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യുന്നു, ചർച്ച ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള വേർഡുകളെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അത് അവരോട് അത് എഴുതാൻ പറയുന്നു. അത് കൃത്യമായി കാണിച്ചു കൊടുക്കുകയോ എഴുതി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിൻ്റെ അർത്ഥവും അത് വിദ്യാർത്ഥി കേൾപ്പിച്ചു കൊടുക്കുക അതും ചെയ്യുന്നുണ്ട്. മൻസിൽ എന്നൊരു വാക്ക് വിദ്യാർത്ഥികളോട് പറയുകയും അവരെ കേൾപ്പിച്ചതിന് ശേഷം അതിലെ മൻസിലിൻ്റെ അർത്ഥത്തെ വിദ്യാർത്ഥികൾക്ക് വിശദമാക്കി കൊടുക്കുകയും മൻസിൽ എന്ന പദത്തിലെ സ എന്ന് പറയുന്ന സായി അതിനെ വ്യക്തമാക്കി കൊടുക്കുകയും അതിനുശേഷം അത് എഴുതാൻ അവരോട് പറയുകയും ചെയ്യുന്നത് പോലെയാണ് ഇത്. 4 അൽ ഇംലാഉൽ ഇഖ്തിബാരി والغرض منه قياس قدرة دارسين ومدى تقدمه ولهذا تملى عليهم القطعة بعد فهمها دون مساعدة لهم في الهجاء. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു വരുന്ന ഡിറ്റേഷൻ. വിദ്യാർത്ഥികളുടെ കഴിവിനെ അളക്കാൻ വേണ്ടി, അവരുടെ ഡെവലപ്മെൻറ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? അക്ഷരങ്ങളൊന്നും വ്യക്തമാക്കി കൊടുക്കാതെ, ഒരു സഹായവും കൂടാതെ ഒരു ഭാഗം അവരോട് പറയുകയും അത് അവർ മനസ്സിലാക്കിയ ശേഷം നേരെ അവർ നോട്ടിലേക്ക് പകർത്തുകയും ചെയ്യുക. ഉദാഹരണത്തിന്, നമ്മൾ ഒരു പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. ആ സ്കൂളിൽ ചെന്ന് ക്ലാസ്സിൽ ചെന്നിട്ട് നേരെ ആ കുട്ടികളുടെ തോത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് അറബിയോട് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥികളുടെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു വാക്ക് പറയുന്നു, ഒരു 10 വാക്ക് പറയുന്നു, അത് കുട്ടികളോട് എഴുതാൻ പറയുന്നു. കുട്ടികൾ, ചില ആളുകൾ എന്ത് ചെയ്യുന്നു, അത് വൃത്തിയിൽ എഴുതുന്നു, ചില ആളുകൾ അക്ഷരത്തെറ്റുണ്ടാവുന്നു, ചില ആളുകൾ എഴുതുന്നില്ല, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ഭാഗത്തിൽ നിന്നും ചില വേർഡുകൾ പിറ്റേ ദിവസം വന്നിട്ട് ചോദിക്കുകയും അത് എഴുതാൻ പറയുകയും ചെയ്യുന്ന ആ സിസ്റ്റം, അതാണ് ഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഡിറ്റേഷൻ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.